ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 37ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 336ാമത്തെ നാമം മുതൽ 345ാമത്തെ നാമം വരെ നമുക്ക് കാണാം. അശോകസ്ഥാരണസ്ഥാരശൂരശൗരിർജനേശ്വരകാം അനുകൂലശദാവർത്ത പത്മി പത്മനിഭേക്ഷണകാം. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ അശോക, താരണ, താര, സൂര, ശൗരി, ജനേശ്വര, അനുകൂല, ശതാവർത്ത, പത്മി, പത്മനിഭേക്ഷണ എന്നീ 10 നാമങ്ങളാണ്. ഇതിൽ ഭഗവാന്റെ ആദ്യത്തെ നാമം അശോക എന്നാണ്. ശോക എന്നാൽ ദുഃഖം. ആ ശോക എന്നാൽ ദുഃഖമേ ഇല്ലാത്ത ഒരവസ്ഥ ആർക്കാണോ കൊടുക്കുവാൻ സാധിക്കുന്നത് ആ ശക്തിയെ അശോക എന്ന് പറയുന്നു. അപ്പോൾ മനസ്സിന് എപ്പോഴാണ് ദുഃഖം സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് വളരെ അചഞ്ചലമായി പോകുമ്പോൾ, അല്ലെങ്കിൽ വളരെ അധികം ഏതെങ്കിലും ഒരു കാര്യത്തിലോ ഒരു അവസ്ഥയിലോ അങ്ങ് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരുമ്പോഴാണ്. ഈ മനസ്സിന് ഓരോ അചഞ്ചലം സംഭവിക്കുന്നത് നമുക്ക് ഒരു കാര്യത്തിലോട്ടുള്ള ഒരു ഇഷ്ടം, അത് ആ കാര്യം ലഭിക്കാതെ വരുമ്പോഴാണ്. അതല്ലെങ്കിൽ ഇനിയും ഇനിയും വേണം എന്നുള്ള ഒരു അത്യാശ കാരണമാണ്. അപ്പോൾ ഈ 2 കാരണത്താൽ നമ്മുടെ മനസ്സ് വല്ലാതെ വിഭ്രാന്തിയാകുന്നു. ആ ഒരു അവസ്ഥയെ ദുഃഖം എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു തിന്മയാകുന്ന ആ ഒരു ചിന്തകളിൽ നിന്നും ഭഗവാൻ നമ്മുടെ ആ മനസ്സിനെ ശാന്തപ്പെടുത്തുന്നു. അത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായി മനസ്സിലാവും ആ ഒരു വസ്തുവിൽ നിന്ന് നമുക്ക് ഒരു ഇഷ്ടത്തെ എടുത്തു മാറ്റുവാൻ, വിരക്തി ഉണ്ടാക്കുവാൻ. ആ ഒരു വസ്തു നമുക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ വിട്ടു പോകുമ്പോൾ ആ വസ്തുവിനെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ആ വസ്തുവിനെ കുറിച്ച് നമ്മൾ ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് നമ്മൾ എപ്പോ മനസ്സിലാക്കുന്നുവോ ആ സമയത്ത് നമുക്ക് ദുഃഖം ഇല്ലാതെയാകും. ആ ഒരു അവസ്ഥയെ എത്തിക്കാൻ ഭഗവാന് സാധിക്കും. ആ ഒരു ചിന്ത നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അതിനാൽ ഭഗവാന് അശോക എന്ന നാമധേയം. അടുത്ത നാമധേയം താരണ എന്നാണ്. അതായത് ഏതൊരു ദുഃഖത്തെയും തരണം ചെയ്യുവാൻ സഹായിക്കുന്നതാരാണോ ആ ഒരു ശക്തിയെ താരണ എന്ന് പറയുന്നു. നമുക്ക് മറ്റുള്ളവരെക്കാൾ നമുക്ക് എപ്പോഴും ഉന്നതിയിലെത്തണം എന്നുള്ള വിചാരം ആർക്കൊക്കെയുണ്ടോ അവർക്കൊക്കെ അശാന്തി സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ജീവാത്മാവിനെ കൊണ്ട് ഇല്ലാത്ത പല പ്രവൃത്തിയും ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് കോപമുണ്ടാകുന്നു. ആ കോപത്താൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാകട്ടെ പ്രവൃത്തിയാകട്ടെ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കുവാൻ സാധ്യമല്ല. അതിനാൽ നമ്മൾ ഈ ദുഃഖങ്ങളെ അനാവശ്യമായി കൊണ്ട് നടക്കുക ചെയ്യുന്നതിനാൽ നമുക്ക് തന്നെയാണ് അത് ദോഷം. അതിനാൽ വിഷ്ണു ഭാഗവതത്തിൽ പറയുന്നത് പോലെ ഭഗവാൻ നമ്മളെ എങ്ങനെയാണോ ജനന മരണ ചക്രത്തിൽ നിന്നും വിമുക്തയാക്കി നമുക്ക് മോക്ഷം തന്നു കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു അത് നമ്മുടേതാണ്, എന്ത് കിട്ടിയില്ലയോ അത് ഒരിക്കലും നമ്മുടേതല്ല എന്ന ചിന്ത നമുക്ക് കൊണ്ടുവരുന്ന ഭഗവാന് താരണ എന്ന നാമധേയം. അടുത്ത നാമധേയം താര എന്നാണ്. താര എന്നാൽ ഏതൊരു ജനനത്തിൽ നിന്നും ഭഗവാൻ മുക്തി തരുന്ന ഒരു ശക്തിയെ താര എന്ന് പറയുന്നു. അതായത് നമുക്ക് എപ്പോഴും പരിപാലിക്കുന്നത് നമ്മുടെ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അപ്പോൾ ആ താര എന്നാൽ നമ്മളെ എപ്പോഴും സഹായിക്കുന്നത് മഹാവിഷ്ണുവാണ്. അപ്പോൾ നമുക്ക് ഈ ശരീരത്തിൽ നിന്നും എപ്പോഴാണോ മരണം സംഭവിക്കുമ്പോൾ വിട്ടുപോകുന്നത്, അത് അധ്യാത്മമായ ഒരു ദുഃഖത്തിൽ നിന്നായിക്കോട്ടെ, അത് ആ വലിയ സമുദ്രത്തെ സംസാരത്തിൽ നിന്നും കര കയറുവാൻ, ആ ഒരു സമുദ്രത്തിന്റെ അലയിൽ നിന്നും രക്ഷപ്പെടുവാൻ വളരെയേറെ വേദനകൾ സഹിക്കുമ്പോൾ നമുക്ക്
അതിഭൂതങ്ങളായിട്ടുള്ള വേദനകളാണ്. അതായത് നമുക്ക് ജീവാത്മാവിന് വേദനകൾ ഉണ്ടാകും. കൈവേദന, കാൽവേദന, തലവേദന, കണ്ണുവേദന, ചെവി വേദന, ഇങ്ങനെ ഒരുപാട് വേദനകൾ. ചില വേദനകളൊക്കെ അസഹ്യമായി മാറുന്നു. അപ്പോൾ ആ വേദനകളിൽ നിന്നുമൊക്കെ നമ്മളെ കരകയറ്റുവാൻ സാക്ഷാൽ നാരായണന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഒരു വേദനയും കൂടാതെ ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ആ വേദനകൾ ഇല്ലാതാക്കുവാൻ ഭഗവാന് മാത്രമേ സാധ്യമുള്ളൂ. അതിനാൽ ഭഗവാന് താര എന്ന നാമധേയം. അടുത്ത നാമധേയം സൂര എന്നാണ്. സൂര എന്നാൽ ഏറ്റവും വിജയത്തോടെ മാത്രം നിൽക്കുന്ന ശക്തിക്ക് സൂര എന്ന് പറയുന്നു. അതായത് അത്യധികം ശക്തിയുണ്ട് ഭഗവാന്. അത് ഏതൊരു ധർമ്മത്തെ പരിപാലിക്കുവാൻ വേണ്ടി ഏതൊരു അവതാരത്തെ എടുത്താലും ഭഗവാൻ അധർമ്മത്തെ എതിർത്തങ്ങനെ പോരാളിയായി മാറുന്നു. അതിനാൽ ഭഗവാന് സൂര എന്ന നാമധേയം. അടുത്ത നാമധേയം ശൗരി എന്നാണ്. ഈ ഭഗവാന്റെ അച്ഛനാണ് വാസുദേവ. വാസുദേവന്റെ അച്ഛനാണ് സൂരസേന. അപ്പോൾ ഭഗവാൻ വാസുദേവന്റെ പുത്രനായതിനാൽ വാസുദേവ എന്ന നാമധേയം. അതുപോലെ തന്നെ നമ്മുടെ മുത്തച്ഛൻ, കൃഷ്ണന്റെ മുത്തച്ഛനാണ് സൂരസേന. അപ്പോൾ ആ പരമ്പരയിൽ വരുന്നവർക്കെല്ലാം, ആ സൂര പരമ്പരയിൽ വരുന്നവർക്കെല്ലാം ശൗരി എന്ന നാമധേയമുണ്ട്. അപ്പോൾ ഭഗവാൻ കൃഷ്ണാവതാരം എടുത്തപ്പോൾ അച്ഛനായി വസുദേവനും മുത്തച്ഛനായി സൂരസേനയും ഉള്ളതിനാൽ ഭഗവാന് സൂര പരമ്പരയിൽ വരുന്നതിനാൽ ശൗരി എന്ന നാമധേയം. അടുത്ത നാമധേയം ജനേശ്വര എന്നാണ്. ജന എന്നാൽ മനുഷ്യർ, ജനങ്ങൾ. ഈശ്വര എന്നാൽ ഭഗവാൻ എന്നർത്ഥം. അപ്പോൾ ജനേശ്വര എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളുടെയും ഈശ്വരന്റെ പ്രതിനിധിയായിരിക്കുന്ന ഭഗവാന് ജനേശ്വര എന്ന നാമധേയം. ആരൊക്കെയാണോ ജനിച്ചിരിക്കുന്നവർക്ക് അവരെ ജന എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ എല്ലാ സൃഷ്ടികളുടെയും, പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളുടെയും ഈശ്വരനായതിനാൽ ഭഗവാന് ജനേശ്വര എന്ന നാമധേയം. ഭഗവാന്റെ അടുത്ത നാമധേയം അനുകൂല എന്നർത്ഥം. അതായത് ഏതൊരു സൃഷ്ടിക്കും ഒരു കൂടെ ഒന്ന് നല്ലത് പറഞ്ഞു കൊടുക്കുവാനും ആ ഒരു സൃഷ്ടിയെ പ്രോത്സാഹിപ്പിക്കുവാനും ഒരു ജീവൻ അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാ സൃഷ്ടിക്കും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുവാൻ സാധ്യമുള്ള ഭഗവാന് അനുകൂല എന്ന നാമധേയം. അനുകൂലിക്കുക എന്നാൽ ഭഗവാൻ ഒരാളുടെ ജനനത്തിന് ഒരു കാരണകർത്തഭൂതനാണ് ഭഗവാൻ. അതായത് ഭഗവാൻ ഒരാളെ ജനിപ്പിച്ചുവെങ്കിൽ ആ ജനനത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ ഭഗവാൻ സഹായിക്കുന്നു. അപ്പോൾ ഭഗവാൻ എല്ലാ വാസനകളെയും ഇല്ലാതാക്കി അവസാനം കൊണ്ടുപോകുമ്പോൾ ആ ജീവിത ലക്ഷ്യം തീർത്തിരിക്കുകയാണെങ്കിൽ മുക്തി ലഭിക്കുന്നു. തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയൊരു ജന്മമെടുത്ത് ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കും വരെ ജനന മരണ ചക്രത്തിൽ ആ ഒരു പരമാത്മാവ് പോയിക്കൊണ്ടേയിരിക്കും. അതിനാലാണ് നമുക്ക് ഒന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം വേറെയാണെന്ന് തിരിച്ചറിയണം. നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് തന്നെ നോക്കി ഇരിക്കുന്നതിന് പകരം നമുക്ക് വേറെ എന്തോ ആണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഓർത്ത് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകണം. അതല്ലാതെ വേറൊരു കാര്യം നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ അങ്ങ് നിന്നുപോകും. അടുത്ത നിലയിലേക്ക് പോകുവാൻ സാധ്യമല്ല. അതിനാൽ നമുക്ക് ഭഗവാൻ എപ്പോഴും നമ്മളെ അനുകൂലിച്ചിരിക്കുന്ന ആ ശക്തിയെ ഓർക്കുക. അപ്പോൾ നമുക്ക് വളരെയധികം ഊർജസ്വം വരും. അതിനാൽ ഭഗവാന് അനുകൂല എന്ന നാമധേയം. അടുത്ത നാമധേയം സതാവർത്ത എന്നാണ്. ശത എന്നാൽ 100 എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ 100 എന്നല്ല, എണ്ണാൻ പറ്റാത്ത അധികം രൂപങ്ങൾ എടുത്തിട്ടുണ്ട്. വർത്ത എന്നാൽ വർത്തിക്കുന്നതാരാണോ അവരെ വർത്ത എന്ന് പറയുന്നു. വർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ വന്ന് സൃഷ്ടി
നടക്കുകയും ആ സൃഷ്ടിയിലൂടെ ധർമ്മത്തിലൂടെ നടക്കുന്നതാരാണോ അവരെ വർത്ത എന്ന് പറയുന്നപ്പോൾ ഭഗവാൻ അനേകമായിരം രൂപങ്ങൾ എടുത്തു ഈ പ്രപഞ്ചത്തിൽ. അതിൽ ഒട്ടനവധി നമുക്കറിയാം. അറിയാത്തത് എത്രയോ അവതാരങ്ങളുണ്ട്. അപ്പോൾ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ അനേകമായിരം രൂപം എടുത്തതിനാൽ ഭഗവാന് ശതവർത്ത എന്ന നാമധേയം. അത് മാത്രമല്ല, ഭഗവാൻ പ്രാണനായി ഓരോരോ ശരീരത്തിലും ഉള്ളതിനാൽ നാഡിയായി, അതായത് നമ്മുടെ കയ്യിലെ ഞരമ്പായി ഭഗവാൻ വർത്തിക്കുന്നു. ആ ഞരമ്പിലൂടെ ഓടുന്ന ചോരയായി ഭഗവാൻ വർത്തിക്കുന്നു. നമ്മുടെയൊക്കെ ശരീരത്തിലെ പ്രാണവായുവായി ഭഗവാൻ വർത്തിക്കുന്നു. അങ്ങനെ എല്ലാ സൃഷ്ടിയിലും ഭഗവാൻ വർത്തിക്കുന്നതിനാൽ ഭഗവാന് ശതവർത്ത എന്ന നാമധേയം. അടുത്ത നാമധേയം പത്നി എന്നാണ്. ആരുടെ കയ്യിലാണോ പത്മമുള്ളത് അവരെ പത്നി എന്ന് പറയുന്നു. പത്മ എന്നാൽ താമര എന്നർത്ഥം. ഭഗവാന്റെ കയ്യിൽ താമരയുണ്ട്. താമര എന്നാൽ നമ്മുടെ ഭാരതത്തിന്റെ പുഷ്പത്തെ താമരയാണ് അടയാളമായി കാണിക്കുന്നത്. അതായത് ദേശ പുഷ്പം നമ്മുടെ ഭാരതത്തിൻ്റെത് താമരയാണ്. ആ താമര തന്നെയാണ് നമ്മുടെ ഭഗവാൻ കയ്യിൽ പിടിച്ചിരിക്കുന്നതും. അത് വെറും താമരയല്ല, അത് ജ്ഞാനത്തെ കുറിക്കുന്നു. ഭഗവാൻ എപ്പോഴാണോ തൻ്റെ ശംഖ് ഊതുന്നുവോ അത് ആരൊക്കെയാണോ കേൾക്കാത്തത് അവർക്കൊക്കെ ഭഗവാൻ ഓർമ്മപ്പെടുത്തലായാണ് ആ ശംഖ് ഊതുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ കയ്യിൽ ഗദയുണ്ട്. ആ ഗദയിൽ നിന്നുള്ള ഓരോ അടികളാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഓരോ സംഭവങ്ങളും. ആ അടിയിലൂടെ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അവിചാരിതമായിട്ട് നടക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു പുതിയ പാഠം, ഇതും നമ്മൾ കടന്നു പോകും, അതിനുള്ള ഒരു അടിയാണ് നമുക്ക് ഭഗവാൻ ഗദയിലൂടെ തന്നത് എന്ന്. അപ്പോൾ ഭഗവാൻ ആരൊക്കെയാണോ ശരിക്കും ഭഗവാൻ പറയുന്നത് അനുസരിക്കാത്തത് അവർക്ക് ചക്രം കയ്യിലുണ്ട്. അതിനാൽ അവരെ ഈ ഭൂമിയിൽ നിന്നും മരണത്തിലോട്ട് കൊണ്ടുപോയി തിരിച്ച് അടുത്ത ജന്മത്തിലൂടെ കൊണ്ടുവരികയും ചെയ്യുന്നു. അതിനാൽ ഭഗവാൻ ആ 4 കരങ്ങളിലും, ഒന്ന് ശംഖ്, ചക്ര, ഗദ, പത്മ എന്നിങ്ങനെ 4 കാര്യങ്ങളാണ് കയ്യിൽ വെച്ചിട്ടുള്ളത്. നമ്മുടെ ഓരോ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളെ ഭഗവാൻ ഓരോന്നായി കാണിച്ചു തരുന്നു. അപ്പൊ അതിനാൽ ഭഗവാന് പത്നി എന്ന നാമധേയം. ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് പത്മ നിഭേക്ഷണ. നിഭേക്ഷണ എന്നാൽ അതായത് കണ്ണുകൾ എന്നർത്ഥം. പത്മ എന്നാൽ താമര. അപ്പോൾ ഭഗവാന്റെ മനോഹരമായ ആ കണ്ണുകൾ താമര ഇതൾ പോലെ വളരെ മനോഹരമായതാണ്. അതായത് ഭഗവാന് താമരക്കണ്ണൻ എന്ന നാമമുണ്ട്. അതായത് താമരയുടെ ഇതളിനെ കണ്ടാൽ അത് ഒരു ആകൃതി എങ്ങനെയെന്നാൽ നടുവിൽ കുറച്ച് വലിപ്പമുള്ളതും രണ്ടറ്റത്ത് അതങ്ങനെ ചേർന്നിരിക്കുന്നതുമാണ്. അപ്പോൾ ഭഗവാന്റെ രൂപത്തെ നമ്മൾ കാണുകയാണെങ്കിൽ ഭഗവാന്റെ ആ കണ്ണുകൾ കൊണ്ടാണ് കടാക്ഷമായി നമുക്ക് അനുഗ്രഹം തരുന്നത്. ആ കാരുണ്യമായ കണ്ണുകളിൽ നിന്നാണ് നമുക്ക് സമ്പൽ സമൃദ്ധി ലഭിക്കുന്നത്. ഭഗവാൻ അതിനാൽ പത്മനിഭീക്ഷണ എന്ന നാമധേയം. ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ അശോക, താരണ, താര, ശൂര, ശൗരി, ജനീശ്വര, അനുകൂല, ശതാവർത്ത, പത്നി, പത്മനിഭീക്ഷണ എന്നീ 10 നാമങ്ങളാണ്. അശോകസ്ഥാരണസ്ഥാര ശൂര ശൗരിർജനീശ്വര, അനുകൂല, ശതാവർത്ത, പത്നി, പത്മനിഭീക്ഷണ. ഓം നമോ ഭഗവതേ വാസുദേവായ. താങ്ക് യു.